വെൽക്കം ടു ലെജൻസ്. നമുക്കിവിടെ പുതിയ ചുരിദാറിന്റെ വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റംസ് ജോർജറ്റിന്റെ മെറ്റീരിയൽസ് തന്നെയാട്ടോ. ഇതിന്റെ കളറിന് ഞാനിത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കുറച്ച് വ്യത്യാസമുണ്ട് കളറിന്. നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഒരു നല്ല രസമുള്ള ഒരു മജന്ത കളറാട്ടോ. ഭയങ്കര ബ്രൈറ്റ് ഒന്നുമല്ല, നോർമൽ മജന്തയാണ്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു റെഡ് കൂടിയിട്ടുള്ള ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതാണ്. ഫുള്ളായിട്ട് നല്ല തിക്കായിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ ഇത്തിരി ഡിഫറെന്റ് ആയിട്ടൊരു വർക്ക്. കുറച്ച് എനിക്ക് തോന്നുന്നു നല്ല രസമുള്ള ഡിസൈനാണ്. ഈ ഒരു ന്യൂ പാറ്റേണിൽ പോകുന്നത് നമുക്ക് മുഖത്തിന് കുറച്ചുകൂടി ചേരുവേ. ഇതിന്റെ വൺ സൈഡിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ടും മൊത്തത്തിൽ വർക്കാട്ടോ. നല്ല മെറ്റീരിയലും ആണ്, അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. നിങ്ങൾക്ക് ലെങ്ത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ലെങ്തി ആയിട്ട് ടോപ്പും ദുപ്പട്ടയൊക്കെ ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. എല്ലാം ഫുൾ സെറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് ഈ 347. പിന്നെ പ്രൈസ് വരുന്നത് 1190 1190. ഓക്കെ, അടുത്ത ഷെയ്ഡ് നല്ല അടിപൊളി റോയൽ ബ്ലൂ കളറാട്ടോ. നല്ല രസമുള്ള ഷെയ്ഡാണ്. ഒരു നേവി ബ്ലൂവിന്റെ കുറച്ചൊരു ഷെയ്ഡോടെ കയറി വരുന്നുണ്ട്. രണ്ടുകൂടെ മിക്സ് ആയിട്ടാണ് കളർ വരുന്നത്. ഭയങ്കര അങ്ങോട്ട് തെളിഞ്ഞ സൈസ് റോയൽ ബ്ലൂ അല്ല, താനും നേവി ബ്ലൂ പോലെ അത്ര ഡാർക്കും അല്ല. എല്ലാവർക്കും ചേരുന്ന കളറാട്ടോ. പ്രത്യേകിച്ച് ആ ഒരു വർക്കുമായിട്ട് നന്നായിട്ട് മാച്ച് ആയി പോകും. ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നെക്കിൽ ആ ഒരു ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക്. ആ സെയിം പാറ്റേണിൽ തന്നെ ദുപ്പട്ടയ്ക്കകത്ത് വർക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതുപോലെയാണ് ദുപ്പട്ടയുടെ വർക്ക് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള വർക്ക് തന്നെയാണ്. നല്ല ലെങ്ത്തും ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് ഈ 345. റേറ്റ് സെയിം തന്നെ കേട്ടോ. അടുത്ത് വരുന്നത് അത്യാവശ്യം തെളിഞ്ഞ കളറാണ് കേട്ടോ. നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണ്. എനിക്കൊന്ന് ഇതിൻ്റെ അത് കാണുന്ന അത്ര ഇങ്ങോട്ട് ഭയങ്കര തെളിച്ചില്ല. അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കുന്ന റെഡ് ഷെയ്ഡാണ്. പക്ഷെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് അട്രാക്റ്റ് ആവുന്ന ഒരു കളറാണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ടയുടെ സെയിം ഡിസൈൻ തന്നെയാണ്. അടുപ്പിച്ച് കാണിക്കാം. ഇതാണ് ഡിസൈൻ വരുന്നത്. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. കളറിന് മാത്രം വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ഇതിന്റെ നമ്പർ ഈ 346. റേറ്റ് സെയിം തന്നെയാണ് 1190. ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിളിഷ് വൈൻ കളറാണ്. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. ഇതിന്റെ ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ ചെറിയ വേരിയേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ ദുപ്പട്ടയുടെ വൺ സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. 2.5 നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ തന്നെയുണ്ട്. അത് സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്കാണ് വരുന്നത്. ഇതിന്റെ നമ്പർ ഈ 348. റേറ്റ് വരുന്നത് 1190. ഇതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇതാട്ടോ. ഇതൊരു ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ബ്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ ഒരു ഡാർക്കർ ആയിട്ട് നിൽക്കും. നമ്മുടെ ഇഷ്ടികയുടെയൊക്കെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്. ഇതിന്റെ കോമ്പിനേഷൻ സെയിം തന്നെയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി കളറല്ലേ. നമുക്ക് നോർമലി വരുന്നതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ. മറ്റേതൊക്കെ കുറെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പല പല ഡിസൈനിലൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഈ ഒരു ഷെയ്ഡൊക്കെ വളരെ റെയർ ആയിട്ട് വരാറുള്ള കളറാണ്. ഇതിന് ബോട്ടം വിത്ത് ലൈനിങ് ഒക്കെ സെയിം കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുള്ള ഷെയ്ഡാണ്. പിന്നെ നമ്പർ ഈ 349. റേറ്റ് വരുന്നത് 1190 1190.